തൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഷിയായിസം മറച്ചു പിടിക്കാൻ വേണ്ടി ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കളവുകൾ ഓരോന്നായി ഇൻഷാ അല്ലാഹ് നമുക്ക് പരിശോധിക്കാം. ആദ്യം ഇയാൾ പറയുന്ന സംസാരം നിങ്ങളൊന്ന് കേട്ടോളൂ. ഇവിടെ എന്താ പറയുന്നത്? തികച്ചും ഒരു രാഷ്ട്രീയ മൂവ്മെന്റ് മാത്രം, അതിന്റെ പിന്നെ വേറെ ഒന്നുമില്ല. നിങ്ങൾ ഇത് പിടിച്ചാൽ, ആര് പിടിച്ചാലും മല്ലക്കൽ ഇബാദ വൽ ബിലാദ, പ്രജകളെയും രാജ്യങ്ങളെയും അടിമകളാക്കാൻ കഴിയും. പിടിച്ചോളൂ. അപ്പോൾ മുഹമ്മദ് ബിൻ സഊദ് രാജാവ് പറഞ്ഞു, മാത്രമല്ല നിങ്ങൾക്ക് ശേഷം നിങ്ങളെ മക്കൾക്കും വലിയ മുതലാളിമാരാകാം. അതും ചെയ്തു. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ മുതലാളിമാർ ഇവരാണ്. എന്താ കാരണം? വഹാബിസം. അപ്പോ സഹോദരന്മാരെ, നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഇയാള് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയെ വളരെ കൊച്ചാക്കാൻ വേണ്ടിയും മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിം അതുപോലെ തന്നെ ഇബ്നു സഊദുമൊക്കെ മുഹമ്മദ് ബിൻ സഊദുമൊക്കെ പണക്കൊതിയന്മാരായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ഉൻവാനുൽ മജിദ് ഫി താരീഖ് നജ്ദ് എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ നിന്ന് വായിച്ചത്. ഇയാൾ വായിച്ചത് 42-ാമത്തെ പേജിൽ നിന്നാണ്. 42-ാമത്തെ പേജ്. ചരിത്രം വായിക്കൽ എങ്ങനെ കാസിമി? ഞാൻ വിശദീകരിച്ചു തരാം. ഇയാൾ വായിച്ച ചരിത്രത്തിനൊരു ആമുഖമുണ്ട്. എന്താണ് ആമുഖം എന്നറിയോ? ഇതാ 40-ാമത്തെ പേജിൽ നിന്ന് വായിച്ചു തുടങ്ങാം നമുക്ക്. അങ്ങനെ ചരിത്രം വായിക്കൽ. എന്താണ് ഇയാൾ പറഞ്ഞത്? ഈ മഹാനായ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ബൈഅത്ത് നടത്തുന്ന സന്ദർഭത്തിൽ പറഞ്ഞ വാചകത്തെ ഇയാൾ ദുർവ്യാഖ്യാനിക്കാൻ. എന്നാൽ അതിന് തൊട്ടപ്പുറത്ത് ഇയാൾ പറഞ്ഞത് സലഫികളാണ് ഇവിടെ കൊലപാതകം നടത്തിയത്, സലഫികൾ ഭീകരവാദികളാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇതിൻ്റെ 40-ാമത്തെ പേജിൽ ഞാൻ വായിക്കാം. 40-ാമത്തെ പേജിൽ ഫഅർസല സുലൈമാൻ ഇലാ ഉസ്മാൻ കിതാബൻ യതഹദ്ദദുഹു ഫീഹി ഇല്ലം യഖ്തുൽ അശ്ശൈഖ ഔ യുഖ്രിജുഹു മിൻ ബലദിഹി വഅന്നഹു ഇല്ലം യഫ്അൽ ബിഹി ദാലിക ഖതഅ ഖറാജഹു ഇൻദഹു ഫിൽ അഹ്സാ. ഇത് ഉൻവാനുൽ മജിദ് ഞാൻ വായിക്കുന്നത്. ഇതുണ്ടോ ഇല്ല എന്നുള്ള ഖാസിം പറയണം. എന്താണ്? മഹാനായ ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ദഅവത്ത് തുടങ്ങിയ സന്ദർഭത്തിൽ ആ ദഅവത്തിന് ആദ്യമായിക്കൊണ്ട് എവിടെ ഉണ്ടായിരുന്നു? പിന്നെ സൽമാൻ എന്ന് പറയുന്ന ചക്രവർത്തി രാജാവിൻ്റെ അടുക്കലാണ് അദ്ദേഹം ഉണ്ടായത്. അദ്ദേഹം ഉണ്ടായത് ആ രാജാവിൻ്റെ അടുക്കലേക്ക്, അഥവാ സൽമാൻ എന്ന് പറയുന്ന രാജാവ് ഉസ്മാൻ എന്ന് പറയുന്ന രാജാവിൻ്റെ അടുക്കലേക്ക് കത്തയച്ചു. എന്താണ് കത്തയച്ചത്? ഇത് നിങ്ങൾ വായിക്കാതെ വിട്ട ചരിത്രമാണ് ഖാസിമി. എന്താ കത്തയച്ചത്? മഹാനായ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ കൊല്ലാൻ, മഹാനായ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ കൊന്നുകളയണം എന്ന് നിങ്ങളുടെ രാജാവ്. അവിടുന്ന് ആ ചരിത്രം തുടങ്ങുക. അവിടുന്ന് വായിക്കുക. മഹാനായ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയെ കൊല്ലണം, ഇല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങൾ നൽകുന്ന നികുതി തരൂല. ഇതിന് തൊട്ടപ്പുറത്ത് പേജുണ്ട്. അങ്ങനെ അദ്ദേഹം ഷെയ്ഖിൻ്റെ അടുക്കിലേക്ക് ചെന്നു. ഷെയ്ഖ് പറഞ്ഞു, അദ്ദേഹത്തെ ഉപദേശിച്ചത് അള്ളാഹിൻ്റെ ദീനാണ്, ആരെങ്കിലും സഹായിക്കാണ്ടാകും. രണ്ടാമത്തെ പ്രാവശ്യം ഇതേ ആള് കത്തയച്ചു. സുലൈമാൻ എന്ന് പറയുന്ന രാജാവ്, അയാളാരാ? വഹാബിയല്ലല്ലോ, വഹാബിയല്ല അയാൾ, വഹാബിയല്ലാത്ത രാജാവ് ഷെയ്ഖിനെ കൊല്ലാൻ വേണ്ടി രണ്ടാമത്തെ തവണയും ഓർഡർ കൊടുത്തു. പക്ഷേ ഈ വ്യക്തിക്ക്, പിന്നെ ഉസ്മാനിന് അതിന് മനസ്സ് വന്നില്ല. അയാൾ പറഞ്ഞു, നിങ്ങൾ ഈ നാട് വിട്ട് ദയവ് ചെയ്ത് പോകണം. അങ്ങനെ അയാൾ മഹാനായ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഇദ്ദേഹം ദർഇയയിലേക്കെത്തി. അങ്ങനെ ദർഇയയിലേക്കെത്തി അദ്ദേഹം ഒരു വീട്ടിൽ താമസമാക്കി. രഹസ്യമായിക്കൊണ്ടാണ് താമസിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ രാജാവിൻ്റെ മുഹമ്മദ് ബിൻ സഊദിൻ്റെ ഏറ്റവും അടുത്ത കുടുംബക്കാരൻ രണ്ടുപേർക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അടുത്തേക്കും ചില ആളുകൾ ചെന്നുകൊണ്ട്, മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞ വാക്ക് കേട്ടോളൂ, ഇതൊക്കെ ചരിത്രത്തിൽ വായിക്കണം. ഇന്ന ഹാദർ റജുല സാഖഹുല്ലാഹു ഇലൈക വഹുവ ഗനീമത്തുൻ. ഇതാ മുഹമ്മദ് അബ്ദുൽ വഹാബ് നമ്മുടെ നാട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ഇദ്ദേഹം അള്ളാഹു നമുക്ക് നൽകിയ ഗനീമത്താണ്, ഒരു മഹാനിധിയാണ്. ഫഖ്തനിം മാ ഖസ്സഖല്ലാഹു ബിഹി.
ഈ ഗനീമത്ത് കൊണ്ട് നിങ്ങൾ ഉപകാരമെടുക്കണം. അങ്ങനെ ഫഖബില ഖൗലഹ ثم دخل عليه اخوه ثنيان واخوه مشاري. അങ്ങനെ ഇവരുടെ വാചകം കേട്ടു. മുഹമ്മദുൽ വഹാബിനെ സ്വീകരിക്കാൻ വേണ്ടി ഈ മുഹമ്മദ് ബിൻ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി ഇദ്ദേഹം ഒരുക്കമായി. അങ്ങനെ ശരിക്കും കേട്ടോളി. വദഖല അലൈഹി ഫീ ബൈത്തിൻ ഇബ്നു സുവൈലിം ഫറഹബ ബിഹി. അങ്ങനെ മുഹമ്മദ് ബിൻ സഊദ് നേരിട്ട് കൊണ്ട് മഹാനായ ഷേഖിൻ്റെ അടുക്കിലേക്ക് ചെന്നു. വഖാൽ ഇതൊക്കെ അയാൾ പരിഹസിക്കുന്നുണ്ട്. വഖാല അയാൾ പറഞ്ഞു, മഹാനായ ഷേഖ് റഹ്മത്തുള്ളാഹി മഹാനായ ഷേഖിനോട് മുഹമ്മദ് ബിൻ സഊദ് പറഞ്ഞു, അബ്ശിർ ബിബിലാദി ഖൈറിൻ മിൻ ബിലാദിക. നിങ്ങളുടെ നാടിനേക്കാൾ നല്ല ഒരു നാടിലേക്കാണ് നിങ്ങൾ എത്തിയിട്ടുള്ളത്, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. വബിൽ ഇസ്സി വൽ മൻഅ, അതുപോലെ തന്നെ ഇസ്സത്തും പ്രതാപവും നിങ്ങൾക്കുണ്ടാകും. ഫഖാല ലഹു ഷേഖു. ഇത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും മുഹമ്മദ് ബിൻ സഊദും ജീവിതത്തിൽ ആദ്യമായി കൊണ്ട് കണ്ടുമുട്ടുമ്പോൾ പറയുന്ന വാക്കുകളാണ്. അപ്പോൾ മഹാനായ മുഹമ്മദ് ബിൻ സഊദ് മഹാനായ ഷേഖ് അദ്ദേഹം പറഞ്ഞു, ഫഖാല ലഹു ഷേഖ് അന ഉബശ്ശിറുക ബിൽ ഇസ്സി വത്തംകീൻ വന്നസ്റിൽ മുബീൻ. ഇതിനെയാൾ ദുർവ്യാഖ്യാനിക്കുന്നുണ്ട്. ഞാനിതാ നിങ്ങൾക്ക് സന്തോഷവാർത്ത നൽകുന്നു. നിങ്ങൾക്ക് ഇസ്സത്ത് കിട്ടും, തംകീന് കിട്ടും, അള്ളാഹുവിൻ്റെ സഹായം നിങ്ങൾക്ക് കിട്ടും. വഹാദിഹി കലിമത്തു തൗഹീദ്. ഞാൻ പ്രബോധനം ചെയ്യുന്ന വാചകം അത് കലിമത്തു തൗഹീദാണ്, അത് വഹാബിസമല്ല. ഇയാളെന്താ അവിടെ പറഞ്ഞത്? വഹാബിസം പ്രചരിപ്പിക്കുക. ഇത് കലിമത്തു തൗഹീദാണ്. എങ്ങനത്തെ കലിമത്തു തൗഹീദ്? അല്ലതി ദഅത് ഇലൈഹ റുസുലു കുല്ലുഹും. ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ അമ്പിയാക്കന്മാരും പ്രബോധനം ചെയ്ത ദഅവത്താണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇയാൾക്ക് വാദമുണ്ടോ ഖാസിമി? അമ്പിയാക്കന്മാർ നടത്തിയ ദഅവത്തിനെ കുറിച്ചാണ് ഷേഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് പറഞ്ഞതെങ്കിൽ അത് വഹാബിസമാണെങ്കിൽ ആ വഹാബിസത്തിലെ മെമ്പർമാരാണ് ഞങ്ങൾ. മഹാന്മാരായ പ്രവാചകന്മാർ നടത്തിയ ദഅവത്ത് അത് വഹാബിസമാണെങ്കിൽ ആ വഹാബിസമാണ് സ്വീകരിക്കേണ്ടത്, നിങ്ങളുടെ ഇസമല്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫമൻ തമസ്സക ബിഹാ. ഈ അമ്പിയാക്കന്മാർ കൊണ്ടുവന്ന തൗഹീദ് അത് ആരെങ്കിലും സ്വീകരിക്കുകയും വഅമില ബിഹാ, അത് വെച്ചുകൊണ്ട് ആരെങ്കിലും പ്രവർത്തിക്കുകയും വനസറഹാ, ആ തൗഹീദിനെ ആരെങ്കിലും സഹായിക്കുകയും ചെയ്താൽ മല്ലക ബിഹൽ ബിലാദ വൽ ഇബാദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അടിമകളെയും രാജ്യങ്ങളെയും ഉടമപ്പെടുത്തി കൊടുക്കും. അതിന് ഇയാൾ പറഞ്ഞ വ്യാഖ്യാനം എന്താണ്? ഈ വഹാബിസം പ്രചരിപ്പിച്ചാൽ നമുക്ക് ആളുകളെ കൊന്നുകൊണ്ട് രാജ്യങ്ങളെ വെട്ടിപ്പിടിക്കാം. ഈ മല്ലക ബിഹൽ ബിലാദ വൽ ഇബാദ എന്ന വാചകത്തെയാണ് അയാൾ ദുർവ്യാഖ്യാനിച്ചത്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങൾ ശരിക്ക് ശ്രദ്ധിക്കണം. ഈ മല്ലക ബിഹൽ ബിലാദ വൽ ഇബാദ എന്ന വാചകം ശരിക്ക് ശ്രദ്ധിച്ചോ. ഖാസിം മറുപടി പറയണം. ഈ വാചകം ലോകത്ത് ആദ്യമായി കൊണ്ട് പറഞ്ഞതാരാണ്? ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആശയമാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത്. അതിനെയാണ് നിങ്ങൾ പരിഹസിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ഈമാൻ അവിടെ കിടക്കുന്നു. ഇതെന്താ കിതാബ് എന്നറിയോ? ഇതേതാ കിതാബ്? ദീനറിയാതെ പ്രസംഗിക്കാൻ നടക്കരുത്. മനസ്സിലായോ? അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ഹദീസുകളെപ്പോലും കൊച്ചാക്കിക്കൊണ്ടാണ് നിങ്ങൾ ഈ പ്രസംഗം നടത്തിയത്. ഇമാം അഹമ്മദിൻ്റെ മുസ്നദാണ് എൻ്റെ കയ്യിലുള്ളത്. ഇമാം അഹമ്മദിൻ്റെ മുസ്നദിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ഇമാം അഹമ്മദിൻ്റെ മുസ്നദിൽ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് പറഞ്ഞ നിങ്ങൾ പരിഹസിച്ച അതേ ആശയമുണ്ട് ഖാസിമി. നിങ്ങൾക്കറിയോ? നിങ്ങൾ ആരെ പരിഹസിക്കുന്നത്? വഹാബിസത്തെ തകർക്കാൻ തുനിയുമ്പോൾ നിങ്ങൾ തകർക്കുന്നത് മുഹമ്മദ് ബിൻ അബ്ദില്ലാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നിങ്ങൾ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെയല്ല തകർക്കുന്നത്, നിങ്ങൾ മുഹമ്മദ് ബിൻ അബ്ദില്ല കൊണ്ടുവന്ന സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ആദർശത്തെയാണ് തകർക്കുന്നത്. നിങ്ങളെന്താ വിചാരിച്ചത്? സലഫികളാകെ ചൂടിപ്പോയി നിങ്ങൾ പ്രസംഗം കേട്ടിട്ട്? മറുപടി പറയണം. ഈ ഇമാം അഹമ്മദിൻ്റെ മുസ്നദിൽ ഞാൻ വായിക്കുന്നത് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഇമാം അഹമ്മദിൻ്റെ ഹദീസാണിത്. എന്താണ്?
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് അബൂജഹലും അടക്കമുള്ള കാഫിറുകൾ വന്നു. റസൂലുള്ളാഹിയോട് പരാതി പറഞ്ഞു, അബൂ താലിബിനോട് പരാതി പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ പ്രബോധനം നിർത്തിക്കിട്ടണം. പക്ഷേ പരാതി പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂ താലിബ് വിളിച്ചു. എന്നിട്ട് പറയാൻ ഹദീസ് ഞാൻ വായിക്കുന്നു, ഇമാം അഹ്മദിൻ്റെ മുസ്നദിൽ നിന്നാണ് വായിക്കുന്നത്. ഇത് അബ്ദുൽ വഹാബിൻ്റെ കിതാബിൽ മാത്രമല്ല, റസൂലുള്ളാഹിൻ്റെ ഹദീസിൻ്റെ കിതാബിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ശരിക്കും ശ്രദ്ധിച്ചോളൂ. എന്താണ് കൃത്യമായി കൊണ്ട് കാണാം. ഫഖാല യാ അമ്മി ഇന്നി ഉരീദുഹും അലാ കലിമത്തിൻ വാഹിദ. റസൂലുള്ളാഹിൻ്റെ അടുക്കിലേക്ക് വന്നുകൊണ്ട് അവർ പറഞ്ഞു, ഫഖാല അബൂ താലിബ് യാ ഇബ്ന അഖി ഇന്ന ഖൗമക യശ്കൂനക യസ്ഉമൂന അന്നക തസ്തുമു ആലിഹതഹും വതഖൂലു വതഫ്അൽ. എൻ്റെ അടുത്ത് വന്നുകൊണ്ട് ഇവർ പരാതി പറയുന്നുണ്ട്. എന്താ പരാതി? നീ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? യാ അമ്മി ഇന്നമാ ഉരീദുഹും അലാ കലിമത്തിൻ വാഹിദ. ഞാൻ ഒരൊറ്റ കലിമത്ത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതാണ് മഹാനായ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, വഹാദിഹി കലിമത്തു തൗഹീദ്. അതേതാണ് കലിമത്ത്? അത് കലിമത്തു തൗഹീദാണ്. ആ കലിമത്തു തൗഹീദ് പറഞ്ഞാൽ തദീനു ലഹും ബിഹൽ അറബ്, അറബികൾ മുഴുവനും തങ്ങൾക്ക് കീഴൊതുങ്ങും. മാത്രവുമല്ല വതുഅദ്ദി ഇലൈഹിം ബിൽ അജമു അൽ ജിസിയ, ലോകത്തുള്ള അറബികളും അനറബികളും നിങ്ങൾക്ക് ജിസിയ തരുന്ന അവസ്ഥയുണ്ടാകും. ഇത് തന്നെയാണ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് പറഞ്ഞത്, മല്ലക ബിഹൽ ഇബാദ വൽ ബിലാദ്. ഈ തൗഹീദിൻ്റെ ദഅവത്തുമായി കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് രാജ്യങ്ങളെ കീഴടക്കാൻ കഴിയും, ആളുകളുടെ നിന്ന് നിങ്ങൾക്ക് ധനം കിട്ടും. ഇത് ആര് പറഞ്ഞതാണ്? മുഹമ്മദ് ഇബ്നു അബ്ദില്ലാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഖാസിമി, ഇത് അബ്ദുൽ വഹാബിൻ്റെ വാചകമല്ല. അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി ദീൻ പഠിച്ച ആളാണ്, നിങ്ങളെപ്പോലെ വായാടിയല്ല. അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ദീൻ പഠിച്ച ആളാണ്. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ മുസ്നദ് അഹമ്മദിൽ അങ്ങനെ ഒരു ഹദീസില്ലെന്ന് പറയാൻ? പറയും. നിങ്ങളവിടെ കൊട്ടിഘോഷിച്ചല്ലോ, വഹാബിസം തകർന്നു, ഞങ്ങൾ മൂക്കിൽ വലിച്ചു എന്ന്. നിങ്ങൾ ആ മൂക്കാണ് തെറിച്ചു പോകുന്നല്ലാതെ ഇവിടെ മുമ്പ് കടപ്പുറത്ത് വെച്ചുകൊണ്ട് വഹാബിസത്തെ കടലിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞവരൊക്കെ ആ വലിച്ചെറിഞ്ഞും പോയി എന്നല്ലാതെ അറബിക്കടലും വഹാബിസവും വളർന്നുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ എന്താ ഉള്ളത്? ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ലേ? അതിനെയാണ് നിങ്ങൾ പരിഹസിച്ച് മറുപടി പറയണം നിങ്ങൾ. മാത്രമല്ല ഇത് എത്രയെത്ര തഫ്സീറിൻ്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. ഇമാം ഖുർത്തുബി ഇത് പറഞ്ഞിട്ടില്ലേ? ഇമാം ഖുർത്തുബിയുടെ തഫ്സീറിലില്ലേ? അതുപോലെ തന്നെ എൻ്റെ കയ്യിലുള്ള തഫ്സീർ അബു സഊദാണ്. തഫ്സീർ അബു സഊദിൽ ഇതേ സംഭവം കൊടുത്തിട്ടുണ്ട്. തെളിവ് പിടിച്ചോ, മറുപടി പറയണം. ഇത് മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെ കിതാബിലല്ല, അബ്ദുൽ വഹാബ് ജനിക്കുന്നതിൻ്റെയും എത്രയോ മുമ്പ് എഴുതപ്പെട്ട തഫ്സീറുകളിൽ ഇതേ അബ്ദുൽ വഹാബിൻ്റെ ആശയമുണ്ട്. പറയൂ, ഈ ഖുർത്തുബി വഹാബിയാണോ? ഇമാം ഇബ്നു അബിൽ ഇസ്സ് അതുപോലെ തന്നെ തഫ്സീർ അബു സഊദ് എഴുതി അബു സഊദ് വഹാബിയാണോ? പറയണം. നിങ്ങൾ എന്താ വിചാരിച്ച വഹാബിസത്തെ മുക്കുലിക്കാന്നോ? ഇതാ തഫ്സീർ അബു സഊദിൽ കൃത്യമായി കൊണ്ട് കാണാം. എന്ത്? അറഅയ്തും ഇൻ അതൈതുകും മാ സഅൽതും അമുഅതി അൻതും കലിമത്തൻ വാഹിദ. ഒരൊറ്റ കലിമത്ത് നിങ്ങൾ പറഞ്ഞാൽ മതി. അതാണ് ഷെയ്ഖ് പറഞ്ഞ കലിമത്തു തൗഹീദ്. കേട്ടോ, തംലികൂന ബിഹിൽ അറം വതദീനു ലക്കും ബിഹൽ അജമു. ഇത് തഫ്സീർ അബു സഊദാണ്. അപ്പോൾ ഇതിനെ പരിഹസിച്ചു. ആരാ പരിഹസിച്ചത്? ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഈ ഖാസിമിക്കൊരു മുൻഗാമിയുണ്ടായിരുന്നു റസൂലുള്ളാഹിൻ്റെ കാലഘട്ടത്തിൽ. അതാരാന്നറിയോ? അതാരാണ്? അബൂജഹൽ തന്നെ, വേറെ ആരുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാചകം പറഞ്ഞപ്പോൾ അതിനെ പരിഹസിച്ചിട്ടുണ്ട്. ആര് ഖാസിമി? മുസ്ലിമീങ്ങളല്ല. കേട്ടോ, ഇബ്നു അസാക്കിറിൻ്റെ താരീഖിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ദീൻ പഠിച്ചിട്ടേ പറയാൻ പാടുള്ളൂ. ഒരു ദമ് അല്ലെങ്കിൽ മലക്കാന്ന് കേൾക്കുമ്പോൾ വഹാബിസത്തെ പൊളിക്കാം എന്ന് വിചാരിച്ച് നജിദിലേക്കും അമേരിക്കയ്ക്കും ഇറാനേക്കൊന്നും ഓടിയിട്ട് കാര്യമില്ല. നിങ്ങൾ ഇവിടേക്ക് വരി, കേരളത്തിലേക്ക് വരി, മറുപടി പറയും നിങ്ങൾ. എന്താണ്? ഇബ്നു ഇസ്ഹാഖിന്റെ താരീഖിൽ പറയാണ്, ഫലമ്മാ കാനത് അത്മത്തുൽ ലൈൽ ഇജ്തമഉ അലാ ബാബിഹി യർസുദൂനഹു മതാ നാമ.
فيثبتون عليه وكانوا على ثقة ويقين جازم من نجاح هذه المؤامرات الدنيا حتى وقف أبو جهل وقفة الزهب والخيلاء. റസൂൽ ഇതേതാ സംഭവം എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് അവർ വളഞ്ഞു. വീട് വളഞ്ഞിട്ട് റസൂലുള്ളാഹിനെ കൊല്ലാൻ ഉറപ്പാക്കി. ഇന്ന് റസൂലുള്ളാഹി മരിക്കും, ഇന്ന് മുഹമ്മദിനെ ഞങ്ങൾക്ക് കൊല്ലാം. അങ്ങനെ വഹത്താ വഖഫ അബൂ ജഹൽ വഖഫത അസ്സഹബി വൽ ഖുയല, ഇങ്ങനെ അഭിമാനത്തോടു കൂടി നിന്നു. ഇപ്പോൾ ചില ആൾക്കാർ നിൽക്കും വഹാബിസത്തെ തകർത്തുന്ന ഇങ്ങനെ അഭിമാനത്തോടെ നിൽക്കണ്ടല്ലോ. അന്ന് ഈ റസൂലുള്ളാഹിനെ തകർക്കാമെന്ന് വിചാരിച്ചിട്ട് അബൂ ജഹൽ ഇങ്ങനെ അഭിമാനത്തോടു കൂടി നിന്നു. വഖാല മുഖാതിബൻ ലിഅസ്ഹാബിഹിൽ മുതവഫീന ഫീ സഖരിയ വസ്തിഹ്സാഇൻ, ഈ അബൂജഹൽ അവിടെ കൂടിയിട്ടുള്ള ആളുകളോട് ഇങ്ങനെ പരിഹാസത്തിൽ പറയാണ്, ഇന്ന മുഹമ്മദൻ യസ്ഉമു അന്നകും ഇദാ താബഅതുമൂഹും അല അംരി കുൻതും മുലൂക്കൽ അറബി വൽ അജം. എന്താ ഇയാൾ പറയുന്നത്? ഇവിടെ കൊല്ലാൻ പോകുന്ന, ഈ കൊല്ലപ്പെടാൻ പോകുന്ന ആള് ഇയാളെ പിൻപറ്റിക്കഴിഞ്ഞാൽ അറബികളും അജമികളുമൊക്കെ ഈ ആളുകൾ പിൻപറ്റുമെന്നും വലിയ ധനാഢ്യന്മാരാകാമെന്നൊക്കെ നിങ്ങൾക്ക് ഇയാൾ പറഞ്ഞില്ലേ എന്ന് റസൂലുള്ളാഹിനെ ആര് പരിഹസിച്ചു? അബൂജഹൽ പരിഹസിച്ചു. ആ അബൂജഹലിൻ്റെ പണിയാണ് ഇപ്പോൾ ഖാസിമി എടുത്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും മനസ്സിലാക്കിക്കോളി. ഖാസിമിയെ പ്രസംഗിക്കാൻ കൊണ്ട് നടക്കുന്ന ആളുകളും ഖാസിമിയുടെ പ്രസംഗം കേട്ട് വഹാബിസം പൊളിഞ്ഞുപോയി എന്ന് പറഞ്ഞ് കോട്ടിട്ടും കോട്ടിടാതെയും പ്രസംഗിക്കുന്ന ആളുകളും ശരിക്കും ശ്രദ്ധിച്ചോളി. വഹാബിസത്തെ പൊളിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയൂല മക്കൾ. ഇത് അള്ളാഹിൻ്റെ ദീനാണ്. ഇത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഉണ്ടാക്കിയ ദീനല്ല, ഇത് മുഹമ്മദ് ബിൻ അബ്ദില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനാണ്.